ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കാര്യമാണ് പരിചയപ്പെടാൻ പോകുന്നത്, ഡിഷ് വാഷർ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഡിഷ് വാഷർ. ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകം കാണാം. അപ്പോൾ ഇതാണ്, ഇത് നിറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വേസ്റ്റ് കളഞ്ഞിട്ടാണ് വെക്കുന്നത്. ഇത് ചെറുതായിട്ട് ഇച്ചിരി വേസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മുകളിലത്തേക്കകത്ത് ഇനിയും നമുക്ക് പാത്രങ്ങൾ വെക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രേ പാത്രം കഴുകാൻ ഉള്ളൂ. ഇനി മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. മെയിനായിട്ട് ഫസ്റ്റ് കാര്യം, ഈ ഫാൻ നോക്കണം. നമ്മുടെ പാത്രങ്ങളൊന്നും മുട്ടാൻ പാടില്ല. മുട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴുകാനിടുമ്പോൾ ഫാൻ പൊട്ടിപ്പോകാനോ പല ചാൻസുകളുണ്ട്. പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്തുവെന്ന് വെച്ചാൽ അലൂമിനിയം പാത്രങ്ങൾ. ഞങ്ങൾ അലൂമിനിയം പാത്രങ്ങൾ വെക്കാറില്ല. അതിൻ്റെ കാരണം എന്തുവാന്ന് വെച്ചാൽ ഇതിനകത്ത് ചൂടുവെള്ളമൊക്കെ ഇട്ടാണ് കഴുകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവാൻ തുടങ്ങി. അതിന് ശേഷം ഞങ്ങൾ വെക്കാറില്ല. ഇതിനകത്ത് ഇട്ട് വെക്കാത്തൊരു അലൂമിനിയം പാത്രമാണ്. അതിൻ്റെ കളർ ഫെയ്ഡൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ താഴത്തെ ഡ്രോയർ നമുക്ക് ഇത് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റും. തിരിച്ചിത് ഊരി വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് വല്ല വേസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചോ പൈപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളയാം. അപ്പോൾ ഇതെങ്ങനെയാണ് നേരെ തിരിച്ച് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ താഴോട്ട് വെച്ചിട്ട് നല്ല പൊസിഷനിൽ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്ത് കളയാൻ ഇത്ര. അപ്പം നമ്മൾ ഇതിനകത്ത് ഇടുന്ന ടാബ്ലറ്റ് ഇതാണ്. ഈ കമ്പനിയുടെ ടാബ്ലറ്റ് ആണ് ഇടുന്നത്. ഈ ടാബ്ലറ്റ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ടാബ്ലറ്റ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ ഇതാണ് ടാബ്ലറ്റ്. ഇതിനകത്തിലാണ് നമ്മൾ വെക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. ഇതിനകത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി ഈ മെഷീൻ ഓണാക്കാം. അപ്പോൾ നമുക്ക് മെഷീൻ ഓണാക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഇതിനകത്തിലെ പൈപ്പ് ഓൺ ആക്കണം നമുക്ക്. എന്നിട്ട് ഈ ഒരു ഓസ് കൂട്ടുള്ള സംഭവം നമുക്ക് താഴോട്ട് ഇടാം. ഇനി നമുക്ക് മെഷീൻ ഓണാക്കാം. ഞാൻ ആദ്യം തന്നെ സ്വിച്ചാണ് ഓണാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ആ പവർ ബട്ടണെ നമ്മൾ പ്രസ് ചെയ്യുന്നു. പിന്നെ P കണ്ടോ, അത് P7 വരെ ഉണ്ട്. നമ്മൾ P4ലാണ് ഇടുന്നത്. P4 ഇട്ടിട്ട് പിന്നെ നമ്മൾ ആരോ കൂട്ടുള്ളൊരു സംഭവമുണ്ട്. അതേ തൊട്ടാൽ നമുക്ക് ടൈം അറിയാൻ പറ്റും. ഇപ്പോൾ 1.5 മണിക്കൂറാണ്. ഇനി നമുക്ക് കഴുകിയിട്ട് കാണാം. നമ്മൾ ഡിഷ് വാഷറിൽ വെച്ച പാത്രങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞ് നമുക്കിനി കാണാം. നല്ല ആവി വരുന്നുണ്ട്, നല്ല ചൂട് ഉണ്ടോ, ഭയങ്കര തൊടാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് ചൂടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച പാത്രം ഇതാണ് കണ്ടോ, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വന്നത്. ഈ പാത്രത്തിലൊക്കെ ഭയങ്കര ചൂടാണ്. നമ്മൾ തുറന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും നല്ലപോലെ ആവി വരുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു ഉപയോഗപ്രദമായ സാധനമാണ് നമ്മുടെ ഡിഷ് വാഷർ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.